ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പട്ടാണിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ചപ്പാത്തിക്ക്, ഇഡ്ഡലിക്ക്, ദോശയ്ക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന, അതും കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് അതിലോട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞാനിപ്പോൾ വെളിച്ചെണ്ണ, നല്ലെണ്ണ, ഒലീവ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. വെജിറ്റബിൾ ഓയിൽ, റൈസ് ബ്രാൻ ഓയിലൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് കടുകും കുറച്ച് ജീരകവും ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ജീരകം ആഡ് ചെയ്തത്. ജീരകവും ഇതേമാതിരി ഒന്ന് കടുക് പൊട്ടുന്ന പോലെ ഒന്ന് പൊട്ടും. ഇനി നമുക്ക് അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് ഒതുങ്ങി വന്ന ശേഷം നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ പേസ്റ്റ് ആക്കിക്കോളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതേമാതിരി ഒരു പച്ചമുളക്, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്തത്. അതാണ് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഞാൻ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം സവാളയുടെ പച്ചമണം പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അതും ആഡ് ചെയ്തോളൂ. അപ്പോൾ രണ്ടും കൂടെ ഒപ്പം കറക്റ്റായിട്ട് ആയി കിട്ടും. അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വന്ന ശേഷം നമുക്ക് അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. തക്കാളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെറുതായിട്ട് എൻ്റെ ഒന്ന് അടിപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ പെട്ടെന്നൊന്ന് അടിപിടിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തക്കാളി വേവിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തക്കാളി ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ല മാഷ് ചെയ്ത് കിട്ടുന്ന മാതിരി വേവിക്കണം കേട്ടോ. തക്കാളി നല്ലോണം കുക്ക് ചെയ്യണം. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് നന്നായി ഒന്ന് ആയും കിട്ടും. നമ്മൾ അടി പിടിച്ചൊക്കെ ഒന്ന് അതിൻ്റെ ഫ്ലേവറൊന്നും നഷ്ടപ്പെട്ടില്ല, ജസ്റ്റ് ഒന്ന് അടി പിടിച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് കളർ മാറാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം വേഗം തന്നെ വെള്ളം ഒഴിച്ചപ്പോൾ അത് കറക്റ്റായി വരുമല്ലോ, അല്ലെങ്കിൽ അത് ഒരുപാട് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. കണ്ടില്ലേ, തക്കാളി നന്നായി വെന്തിരിക്കുന്ന കണ്ടില്ലേ, നല്ല മാഷായി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലധികം മസാല, ഗരം മസാല, അങ്ങനത്തെ സ്പൈസസ് ഒരുപാടില്ല. മൈൽഡ് സ്പൈസസ് ആണ്. മല്ലിപ്പൊടിയും ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നല്ല മൈൽഡ് സ്പൈസസ് ആണ്. നമ്മൾ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയും കുറച്ച് ജീരകവും ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നന്നായി പൊടിച്ചിട്ടില്ല, അത് കണ്ടില്ലേ, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഒരു സ്പൂൺ ജീരകവും ഒരു 2 സ്പൂൺ മല്ലിയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ക്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ക്രഷ് ചെയ്തത് ഇല്ല എങ്കിൽ ഒന്നല്ലെങ്കിൽ അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടു. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതൊരു ഏകദേശം ഞാനിപ്പോൾ ഒരു വലിയ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേടിയണ്ട, ചെറിയ മൈൽഡ് സ്മെല്ലേ ഉള്ളൂ. ഹെവി ഗരം മസാല കറിയൊന്നും അല്ല, ഇത് സിമ്പിൾ കറിയാണ്. ഞാൻ അതിലോട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചപ്പട്ടാണി വേണം. ഞാൻ പച്ചപ്പട്ടാണി ഓൾറെഡി വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ ഡ്രൈ ആണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് എടുക്കാം, ഫ്രോസൺ എടുക്കാം. ഞാൻ ഒരു 2 വിസിലിന് വേവിച്ച് വെച്ചതാണ്. അതും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തോളൂ വേണമെങ്കിൽ. ഇല്ലെങ്കിൽ വെന്ത ശേഷം ടേസ്റ്റ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ചെയ്യാം. ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് അടുപ്പടച്ച് നന്നായി പ്രഷർ കുക്ക് ചെയ്ത് ഒരു 2 വിസിൽ. കാരണം ഉരുളക്കിഴങ്ങ് മാത്രമേ വേവാനുള്ളൂ. ഉരുളക്കിഴങ്ങും സവാളയും മാത്രമേ നമുക്ക് വേവാനുള്ളൂ. ആ പൊടികളെല്ലാം കൂടി ചെന്നൊന്ന് മിക്സായി വരണം. കാരണം പച്ചപ്പട്ടാണി ഓൾറെഡി വെന്തതാണ്. അതിൻ്റെ പടക്കണതിന് തൊട്ട് മുമ്പ് ഞാനൊരു 1/2 സ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. ഒരു 2 വിസിൽ. 2 വിസിൽ വന്ന ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഓക്കെ, വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാം കഷ്ണങ്ങൾ അരിയണതിൻ്റെ അടക്കം ഒരു 10-15 മിനിറ്റേ നമുക്ക് എടുക്കുള്ളൂ. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. പിന്നെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. തിക്കായിട്ടാണ് ഇഷ്ടമെങ്കിൽ തിക്കായിട്ട് എടുക്കാം. കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് വെള്ളമൊന്ന് കൂടെ നോക്കിയ ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ കയ്യിലോണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. മല്ലിയില ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അവസാനം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബട്ട് ഓൾ ഗുഡ്. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ കൂടും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി സെർവിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാനിതിപ്പോൾ അങ്ങനെ സെർവ് ചെയ്യാൻ പോവുകയാണ്. പാത്രത്തോടെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. ഉപ്പ് മാത്രം ടേസ്റ്റ് ചെയ്തോളൂ. പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്.